we were talking about your musical journey and നമുക്ക് എല്ലാവർക്കും ആസ് മ്യൂസിഷ്യൻസ് നമ്മൾ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രായം, പാട്ടിനെക്കുറിച്ച് അറിഞ്ഞു വരുന്ന ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മ്യൂസിഷ്യൻസിനെ കുറിച്ചും പാട്ടുകാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ചില പെർട്ടിക്കുലർ ആർട്ടിസ്റ്റുകളോടൊരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ നമുക്ക് തോന്നും. അപ്പം who were they in your case? One and only SP ബാലസുബ്രഹ്മണ്യം. എനിക്ക് ജോസ്ന ഇതിൽ ഏറ്റവും പ്രധാനമായും എനിക്കൊരു ബ്ലെസ്സിങ് ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫേസ് എന്ന് പറയുന്നത്, സി വി നെവർ എക്സ്പെക്റ്റ് തിങ്സ് ടു ഹാപ്പൻ ഇൻ എ വെരി ബിഗ് വേ അറ്റ് യുവർ യങ് ഏജ്. പക്ഷേ ഐ ഹാവ് ബീൻ താങ്ക്ഫുൾ ടു ഗോഡ് അംടീൻ ടൈംസ് ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നും ഇഷ്ടപ്പെട്ടുള്ളത് SP സാറിൻ്റെ പാട്ടുകളാണ് ആൻഡ് ഇളയരാജയുടെ കമ്പോസിഷൻസ്. അപ്പം ഇതിൽ ഞാൻ നാളെ എന്ത് പ്രശസ്തി പത്രങ്ങളോ അവാർഡുകളോ എന്ത് നേടിയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് നന്ദിയുള്ള കാര്യം, ഞാൻ ഒരുപാട് അടുത്ത കാലത്ത് എനിക്ക് SP സാറുടെ സ്റ്റേജിൽ പാടാൻ പറ്റി. ആൻഡ് ഐ ആം താങ്ക്ഫുൾ ടു SP സാർ ദാറ്റ് അദ്ദേഹം ബോംബെയിലോ പുറത്തെവിടെയെങ്കിലും നമ്മുടെ മലയാളം ഷോസ് വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ഇതിലും അപ്പുറം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറാണ്. ലൈക്ക് യു വിൽ സീ ലോട്ട് ഓഫ് ടാലൻസ് ബട്ട് ടാലൻസ് വിത്ത് ക്യാരക്ടേഴ്സ് വെരി റെയർ. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഞാൻ ഇന്നും മനസ്സാൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഐ ഷുഡ് യുനോ അറ്റ്ലീസ്റ്റ് ഗെറ്റ് ഹിസ് ക്യാരക്ടർ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ ബോംബെ ഷോയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ഊട്ടി പട്ടണം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ അദ്ദേഹം പാടിയ പാട്ടാണ്, ശ്രീയേട്ടനും പാടിയ പാട്ടാണ്. അപ്പം പക്ഷേ അദ്ദേഹത്തിനുള്ള ഒരു കമ്പൽഷൻ എന്ന് വെച്ചാൽ കമ്പൽസറി ആയിട്ട് അദ്ദേഹം സൗണ്ട് ചെക്കും പ്രാക്ടീസും കഴിഞ്ഞിട്ട് കയറുള്ളൂ സ്റ്റേജിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് എത്താൻ വൈകി ആൻഡ് വി ഹാഡ് ടു സ്റ്റാർട്ട് ദ ഷോ. പ്രോഗ്രാം തുടങ്ങി, സൗണ്ട് ചെക്ക് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു കേരള സമാജത്തിൻ്റെ പ്രോഗ്രാമാണ്. അപ്പം ഹീ സൈഡ് ഇന്ന് ഒരുപാട് മലയാളികളുണ്ട് ആൻഡ് ഐ വിൽ സിങ് 2 of my songs. അദ്ദേഹം ഈ കടലും മറുകടലും പാടി, പിന്നെ പാൽനിലാവിലെ പവനീതൽ പൂക്കളെ, അത് രണ്ടും അദ്ദേഹം പാടി. പിന്നെ എനിക്ക് ചെറിയൊരു അപ്പോളജി ഉണ്ട്. ഞാൻ അനൂപിൻ്റെ അടുത്ത് നിന്ന് ഊട്ടിപ്പട്ടണം പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് പ്രാക്ടീസ് ചെയ്യാതെ പാടാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഐ ഹാവ് വേസ്റ്റഡ് യുവർ ടൈം, സോറി അനൂപ്, ഐ വിൽ ഡെഫിനറ്റ്ലി സിങ് ഇൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ it takes demands a lot of goodness in your character. Exactly. അപ്പം അത്രയും വലിയൊരു മനുഷ്യനാണ്. സ്റ്റേജിൽ he was conversing to all the people and എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പം he is a legend. That's why അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഓഫ് കോഴ്സ്, പക്ഷെ എന്നാലും അദ്ദേഹം ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ നമുക്ക് ആരാധനയും സ്നേഹവും ഒക്കെ എത്രയും മടങ്ങ് കൂടുന്നു. Correct. And definitely he stands my idol. That's for sure. Perfect ആണ് ശരിക്കും as an idol. Without much hesitation, my favorite song for Vijay. ഇതാണ് ഞാൻ പാടി പ്രപ്പോസ് ചെയ്ത പാട്ട്, SPB. അതായത് ഈ പാട്ടാണ്. ഊട്ടിപ്പട്ടണല്ല, അതല്ല, ഇനി പാടാൻ പോകുന്ന പാട്ട്. അതായത് എൻ്റെ ഭാര്യ എന്നോട് ആദ്യമായിട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയത് ഈ പാട്ട്. ഭാര്യ ഫ്ലാറ്റ് ആക്കി പാട്ടിലാക്കിയത് ഈ വീഴ്ത്തിയ പാട്ടാണ്, പാടി പാട്ടിലാക്കിയ പാട്ടല്ലേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടിക്കോളൂ. തീർച്ചയായും. என்னை நான் தேடி தேடி உன்னிடம் கண்டு கொண்டு, என்னை நான் தேடி தேடி உன்னிடம் கண்டு கொண்டே, அன்பிலே வாழும் நெஞ்சில் அன்பிலே வாழும் நெஞ்சில்
எண்ணம் யாவும் சொல்லவா காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில் காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில் ஊடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் மயக்கம் என்ன காதல் வாழ்க காதலின் தீபம் ஒன்று ஏற்றினாளே என் நெஞ்சில். താങ്ക് യു. ब्यूटीफुल राल्फिन क्या बात है सर. क्या बात है. So